ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി ഈവനിങ് സ്നാക്കാണ്. നമ്മൾ വീടുകളിൽ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു തരമല്ല, അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്തിട്ടൊന്ന് കരിച്ചെടുക്കാം. നന്നായി തരിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽ ഞാനൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മെൽറ്റ് ചെയ്യാം. ഇനി വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 മുറി തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഈ റെസിപ്പി ഇതാ ഈ ഒരു ലീവ്സ് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ബിരിയാണിയിലൊക്കെ യൂസ് ചെയ്യണ ആറ്റുകൈത എന്ന് പറഞ്ഞ ഒരു ലീവ്സാണിത്. ഞാനിവിടെ എടുക്കുന്നത് ഒരു 4 ലീവ്സാണ്. അതൊരല്പം വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇതൊരു ജ്യൂസ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം. ഇത് നമ്മൾ നേരത്തെ തരിച്ച് വെച്ചിട്ടുള്ള മൈദയിലേക്കാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും 1 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു കോഴിമുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം വെജിറ്റബിൾ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാനിൽ അല്പം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എണ്ണ ഒന്നും തോന്നുന്നില്ല. നേരത്തെ നമ്മൾ ഈ മാവിൽ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. ഇനി ഇത് മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോക്കനട്ടിൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ 2 ഭാഗവും ഇതുപോലെ മടക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ ഈ അറ്റെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. ഫില്ലിങ്ങിന് പകരമായിട്ട് നമ്മൾക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കര ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ റെസിപ്പിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റായി അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.